മമ്മൂട്ടിയുടെയും മോഹൻലാലിനും ഒപ്പം നിലയുറപ്പിച്ചിരുന്ന ഒരു നടനും കൂടിയാണ് നമ്മുടെ ദിലീപ്. ബേസിൽ ജോസഫ് സംവിധായകനിൽ നിന്നും നടനായി മാറിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ കോമഡിയും സീരിയസ് കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളത് പ്രേക്ഷകർ കാണുകയും അത് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ടാണല്ലോ നുണക്കുഴി പോലെയും സൂക്ഷ്മദർശിനി പോലെയും ഒക്കെയുള്ള ചിത്രങ്ങൾ ഇവിടെ വിജയിച്ചത്. എന്തായാലും ഇനിയും ബേസിൽ ജോസഫ് ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എനിക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു അഭിനയ ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. നമ്മളെയൊക്കെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും കുറുക്കിക്കൊള്ളുന്ന ഡയലോഗ് പറയുവാനും ഒക്കെ ബേസിൽ ജോസഫ് മലയാള സിനിമയിൽ തന്നെ ഉണ്ടാകും. എന്നാലും ദിലീപ് എന്ന നടനിലേക്ക് എത്താനോ അല്ലെങ്കിൽ ദിലീപിൻ്റെ അഭിനയ തലത്തിലേക്ക് എത്തിപ്പെടാനോ നമ്മൾ ബേസിൽ ജോസഫിനെ പകരക്കാരനായി കാണുന്നത് ഒരു നല്ല